അൻവറെ നീ തീർന്നടാ തീർന്നു. അടിക്കടി തനിക്ക് നേരെ അല്ലെങ്കിൽ തന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങി വരുന്ന ശത്രുവിനെ സംഹരിക്കാൻ ADGP-MR അജിത് കുമാർ ഇതാ കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലെത്തി ശത്രു സംഹാര പൂജ നടത്തിയിരിക്കുകയാണ്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം അൻവറെ സൂക്ഷിച്ചോ പണി കിട്ടുമെന്നും ADGP ഇതാ ശത്രു സംഹാര പൂജ നടത്തിയെന്നും അൻവർ തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുകയാണ്. ഇന്ന് രാവിലെയാണ് മാടായിക്കാവിലെത്തിയ അജിത് കുമാർ വഴിപാട് നടത്തിയത്. വഴിപാടിന് പിന്നാലെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെത്തി അദ്ദേഹം പട്ടുതാലി, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തി. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും എത്തി MR അജിത് കുമാർ ഇവിടങ്ങളിലൊക്കെ തന്നെ വഴിപാടുകൾ നടത്തിക്കഴിഞ്ഞു. പൂരം കലക്കലിലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും ADGP-ക്കെതിരെ അന്വേഷണം നടക്കുമ്പോഴാണ് കണ്ണൂരിലെ ഇപ്പോൾ ക്ഷേത്ര ദർശനം കൂടി വിവാദമാകുന്നത്. ഞായറാഴ്ച രാവിലെയാണ് മാടായിക്കാവിലെത്തി വഴിപാട് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് മറ്റു ക്ഷേത്രങ്ങളിലേക്കും ദർശനം നടത്തിയത്. പുലർച്ചെ 5 മണിയോടെ അജിത് കുമാർ കണ്ണൂർ മാടായിക്കാവിൽ എത്തുകയായിരുന്നു. വഴിപാടിന് പിന്നാലെയാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെത്തി അദ്ദേഹം പട്ടംതാലി, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് മറ്റ് ക്ഷേത്രങ്ങൾ ദർശിച്ചതും. അതായത് ജലധാര, ക്ഷീരധാര, ആൾരൂപം, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി എന്നീ ഉൾപ്പെടെ വഴിപാടുകൾ നടത്തിയെന്നാണ് വിവരങ്ങൾ. സ്വകാര്യ ദർശനമായിരുന്നു ADGP-യുടെ നിന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് സുരക്ഷയ്ക്കായി ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. ക്ഷേത്ര ദർശനത്തിന് പിന്നാലെ കണ്ണൂർ AR ക്യാമ്പിലെത്തിയ അജിത് കുമാർ വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. RSS ബന്ധത്തിന്റെ പേരിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നുടൻ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനിടെയാണ് ഇപ്പോൾ ADGP-യുടെ ക്ഷേത്ര ദർശനവും വഴിപാടുകളും. അതായത് ക്രമസമാധാന ചുമതല മറ്റൊരു ADGP വെങ്കടേഷിന് കൈമാറി പ്രശ്നം തണുപ്പിക്കാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടെന്നാണ് വിവരങ്ങൾ. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ADGP ക്രമസമാധാന ചുമതലയിൽ തുടരില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ADGP-ക്കെതിരെ ഉയർന്ന പരാതികളിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുമെന്നാണ് വിവരങ്ങൾ. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങും. ഇതിൽ തനിക്ക് യാതൊരുവിധ കോട്ടം തട്ടാതെ, തനിക്ക് യാതൊരുവിധ പ്രശ്നമുണ്ടാകാതിരിക്കാനായിരിക്കാം അദ്ദേഹം വഴിപാടുകൾ സമർപ്പിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകളും. അതേസമയം പാലക്കാട് PV അൻവർ പങ്കെടുത്ത പരിപാടിക്ക് പിന്നാലെ വൻ സംഘർഷമാണ് അരങ്ങേറിയത്. അൻവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിന് പിന്നാലെ ചില മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. അൻവറോട് ചോദ്യം ചോദിക്കുന്നതിനിടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും തള്ളുകയും ചെയ്തു. ആരാണ് അതിക്രമം കാട്ടിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അൻവർ. അൻവറിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൻവറിനോട് ചോദിക്കുന്നതിനിടെയാണ് സംഭവം. പിന്നീട് പോലീസ് ഇടപെടുകയും അതിക്രമം കാട്ടിയവരെ നീക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ മുഖത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയുമാണ് ചെയ്തത്. വ്യാപാരികളുമായി ബന്ധപ്പെട്ട ആളുകളല്ല അതിക്രമം കാട്ടിയതെന്നാണ് വിവരങ്ങൾ. അതേസമയം അൻവറിനെതിരെ ഇപ്പോഴും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് CPM-ലെ പ്രമുഖ നേതാക്കളടക്കം നൽകുന്നത്. അൻവർ തന്റെ നിലപാട് തിരുത്തണമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.